ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും യുദ്ധത്തിൻ്റെ ഭീഷണി മുഴക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖവാജ ആണ്, ആസിഫാണ് പുതിയ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സിന്ധു നദീജലം വിട്ടുകൊടുത്തില്ലെങ്കിൽ അതൊരു യുദ്ധത്തിൽ, ഇന്ത്യയുമായി ഒരു യുദ്ധത്തിലെത്തുമെന്ന് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഭീഷണി മുഴക്കിയിരിക്കുന്നു. ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് ഈ സംഭവവാസങ്ങളെ കാണുന്നത്. അതിൻ്റെ പ്രതികരണം, ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള പ്രതികരണം വരുന്നുണ്ട്. എന്തായാലും ഇതോടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇടവേളയിലുണ്ടായിരുന്ന സമാധാനത്തിൻ്റെ കാര്യങ്ങളിൽ ഇതൊരു സംഘർഷത്തിൻ്റെ തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. പാകിസ്ഥാൻ ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധത്തിൽ മധ്യസ്ഥ വഹിച്ച് ഒരു ലിവറേജ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഇമേജ് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി വന്നിരിക്കുന്നതെന്ന് ഓർക്കണം. ഇതിനിടയിൽ തന്നെയാണ് അരനൂറ്റാണ്ടിനുള്ളിൽ ഇതാദ്യമായി ബംഗാൾ ഉൾക്കടലിൽ പാകിസ്ഥാൻ്റെ അന്തർവാഹിനി കണ്ടെത്തിയത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പാകിസ്ഥാൻ എന്തിനോ തയ്യാറെടുക്കുന്നു എന്നുള്ള പ്രതീതിയാണ് ഉണ്ടാകുന്നത്. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ 1948 മുതൽ 47 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 48 മുതൽ പലതവണയായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കായിരുന്നു വിജയം. 48 പിന്നീട് 65 ഏറ്റുമുട്ടി, 71 ബംഗ്ലാദേശിൻ്റെ മോചനത്തിന് വേണ്ടി ഏറ്റുമുട്ടി, പിന്നീട് കാർഗിൽ യുദ്ധം 1999 ഈ രീതിയിൽ യുദ്ധങ്ങൾ നടന്നതാണ്. 99 ശേഷം അടുത്ത കാലത്ത് 2025 4 ദിവസത്തെ ഏറ്റുമുട്ടൽ നടന്നു. പക്ഷെ പെട്ടെന്ന് അത് അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കാലാകാലങ്ങളിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. യുദ്ധം കുറേ കാലം 99 ശേഷം ഏതാണ്ട് 2025 വരെ 25 വർഷത്തേക്കില്ലായിരുന്നു. ഇപ്പോൾ അടുത്ത ഇടയായിട്ട് ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. അപ്പോൾ ഈ സിന്ധു നദീജല കരാർ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഒപ്പിട്ടത് 1960 66 വർഷമായി. അപ്പോൾ സിന്ധു നദീജലം ഇന്ത്യയുടെ കൺട്രോളിലാണ്. അപ്പോൾ അത് 80% വിട്ടുകൊടുക്കാമെന്നാണ് ധാരണ എന്ന് പാകിസ്ഥാൻ പറയുന്നു. എന്തായാലും ഈ ഇന്ത്യയുടെ നിലപാടോടെ അവിടെ വെള്ളത്തിനും അതുപോലെ തന്നെ ഊർജത്തിനും പ്രതിസന്ധിയായിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ദേശീയ താല്പര്യത്തിൽ, ദേശീയ സുരക്ഷയ്ക്കുമേലുള്ള ഭീഷണിയാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ വാദം തിരിച്ചാണ്. ഇന്ത്യ പറയുന്നത് ഇന്ത്യയിലെ ടൂറിസ്റ്റുകളായിട്ടുള്ള പൗരന്മാരെ അവിടുത്തെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തുകയും 26 പേർ കൊല്ലപ്പെടുകയും ചെയ്തു പഹൽഗാമിൽ. അതിന് 2025 ആ സംഭവത്തിന് ശേഷമാണ് ഇന്ത്യ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പുകൾ, ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചത്. അതേ തുടർന്നാണ് ഏതാണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന തരത്തിലുള്ള ഓപ്പറേഷൻ നടന്നതും പാകിസ്ഥാൻ തിരിച്ചടിച്ചതും 4 ദിവസം ഏറ്റുമുട്ടൽ നടന്നതുമൊക്കെ. അന്ന് ഈ പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പറഞ്ഞത്, ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഭീകരാക്രമണം ഇങ്ങനെ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ സിന്ധു നദീജലം നൽകുന്നത് തടയുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആരോപണം അത് ഇന്ത്യ വലിയ രീതിയിൽ വെള്ളം നൽകുന്നത്, സിന്ധു നദീജലം നൽകുന്നത് തടഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ വെള്ളത്തെ ഒരു ആയുധമാക്കി പാകിസ്ഥാനെതിരെ ഉപയോഗിക്കുന്നുവെന്നാണ് അവരുടെ ആരോപണം. ഇന്ത്യ അതിനെ ഒരു തരത്തിൽ അംഗീകരിക്കുന്നില്ല. സിന്ധു നദീജലം വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. ഈ രീതിയിൽ പോയാൽ വെള്ളം നൽകുന്നത് തടയും. കാരണം കരാറ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാണല്ലോ. ഇന്ത്യയെ കയറി ആക്രമിക്കുകയും ഇന്ത്യയിലെ പൗരന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് എന്തിന് വെള്ളം വിട്ടുകൊടുക്കണമെന്നുള്ള ചോദ്യമാണ് ഇന്ത്യ ഉയർത്തിയത്. അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ ഭീഷണി പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയാണ് ഉയർത്തിയിരിക്കുന്നതെന്ന് അറിയണം. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയൊന്നും പേടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2025 നടന്നപ്പോൾ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ബെനസീർ ഭൂട്ടോയുടെ ഭർത്താവ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പ്രസിഡന്റ് അസിഫ് സർദാരിയോട് അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി തന്നെ പറഞ്ഞു ബങ്കറിലേക്ക് ഒളിച്ചു പോകാനായിട്ട്. അദ്ദേഹം പോയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ ഭരണകൂടം വിറച്ചിരുന്നു. കാരണം ഇന്ത്യയുടെ തിരിച്ചടി അത്ര ശക്തമായിരുന്നു. പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും തകർച്ചയും ഉണ്ടായി. പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് ആയുധങ്ങൾ വേണ്ട പോലെ വർക്ക് ചെയ്തില്ല. അവരുടെ മിസൈൽ വേധക സംവിധാനങ്ങൾ പരാജയപ്പെട്ടു.
ഇന്ത്യ അവരുടെ ആണവ ശേഖരമുള്ള സ്ഥലത്തേക്ക് കൂടി ആക്രമണം തുടങ്ങിയതോടെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇടപെട്ടത്. എന്തായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംസാരിച്ചാണ് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയത്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ കരുതുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ചൈനയുമായും അമേരിക്കയുമായും ഗൾഫ് രാജ്യങ്ങളുമായും ഇറാനുമായും ഇന്ത്യയേക്കാൾ ബന്ധമുള്ള രാജ്യം പാകിസ്ഥാനാണെന്നാണ് അവർ ഒരു അവകാശവാദം വെച്ചിട്ടുള്ളത്. നേരത്തെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. 2016 കേരളത്തിൽ വന്ന് സംസാരിച്ചപ്പോൾ ഇന്ത്യയിലെ 40 ജവാന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാകിസ്ഥാനെ ഞങ്ങൾ ഒറ്റപ്പെടുത്തുമെന്നാണ്. യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ പുൽവാമയിൽ നടന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാശ്മീരിലെ പുൽവാമയിൽ നടന്ന ആക്രമണത്തിൽ 40 ഇന്ത്യൻ സൈനികർക്കാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. അന്ന് അവരുടെ കോൺവോയ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പട്ടാള ട്രക്കുകൾക്ക് നേരെ ഒരു ചാവേർ വാഹനം ഇടിച്ചു കയറി സ്ഫോടനം നടക്കുകയായിരുന്നു. എന്തായാലും അന്ന് ഇന്ത്യ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ചില സംഭവവികാസങ്ങൾ പാകിസ്ഥാൻ തന്ത്രപരമായി ഉപയോഗിച്ചു എന്നാണ് ഇന്ത്യ കരുതുന്നത്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ അതിൽ ഇടപെട്ട് ഇത് നിർത്തിച്ചത് താനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. അത് പാകിസ്ഥാൻ ഉടനെ തന്നെ കയറി ട്രംപിനെ അഭിനന്ദിക്കുകയും ട്രംപാണ് ഇതിൽ പങ്കുവഹിച്ചതെന്ന് അവകാശപ്പെടുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ നയം വ്യത്യസ്തമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ മൂന്നാം രാജ്യത്തെ ഇടപെടാൻ സമ്മതിക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നേരത്തെ ബിൽ ക്ലിൻ്റൺ ആ തരത്തിൽ വന്നപ്പോഴും ഇന്ത്യ അത് പറഞ്ഞതാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിൻ്റനോട് ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞപ്പോൾ ഇന്ത്യ ആ നിലപാട് വല്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആ തരത്തിലുള്ള അവകാശവാദങ്ങൾ അമേരിക്ക പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞത് ഇതിൽ മൂന്നാമതൊരു രാജ്യം ഇടപെട്ടിട്ടില്ല, അമേരിക്ക സഹായിച്ചതിന് നന്ദിയുണ്ട്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് സംസാരിച്ചാണ് ഈ 4 ദിവസത്തെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതെന്നുള്ളത്. അത് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, ട്രംപിനെ ഇതിൻ്റെ പേരിൽ നൊബേൽ സമ്മാനത്തിന് പാകിസ്ഥാൻ ശുപാർശ ചെയ്തു. ഇന്ത്യ അതിന് തയ്യാറായില്ല. ഇന്ത്യ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് ട്രംപിനെ വളച്ചെടുത്ത് അമേരിക്കയുടെ നിലപാട് പാകിസ്ഥാന് അനുകൂലമാക്കി അവർ മാറ്റിയത്. തുടർന്ന് ഇന്ത്യയുമായിട്ട് ടാരിഫ് നികുതിയെ ചൊല്ലി, വ്യാപാര ചുങ്കത്തെ ചൊല്ലിയുള്ള തർക്കമുണ്ടായി. ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ അല്പം വഷളായി. നരേന്ദ്രമോദി ട്രംപിനെ അദ്ദേഹത്തിൻ്റെ 2ാം വരവിൽ സന്ദർശിച്ച ശേഷം തൊട്ടുപിറകെ ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് വിമാനത്തിൽ കയറ്റി അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞു വിട്ടത് ഇന്ത്യയെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ ആ തരത്തിൽ എന്നാലും ഇന്ത്യ വലിയ ഒരു നേരിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷന് അമേരിക്കയുമായി തയ്യാറായില്ല. പിന്നെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ 1992 മുതൽ ബന്ധം ഉണ്ടായത്. അതിനു മുമ്പ് ബന്ധമില്ലായിരുന്നു. ഇന്ത്യയുടെ പിന്തുണ മുഴുവൻ യാസർ അറാഫത്തിൻ്റെ പാലസ്തീനായിരുന്നു. ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള പ്രമുഖ നേതാവ് രാജീവ് ഗാന്ധിയൊക്കെ പിന്തുണച്ചത് പാലസ്തീനെയായിരുന്നു. പക്ഷേ പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലം വന്നു, നരേന്ദ്രമോദിയുടെ കാലം വന്നു, വാജ്പേയിയുടെ കാലശേഷമാണ് നരേന്ദ്രമോദി. പൊതുവെ ഇസ്രായേലിനോട് അനുകൂലമായ നിലപാട് വന്നപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ അത് ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. സൗദി അറേബ്യയുമായി സൈനിക കരാർ വരെ ഉണ്ടാക്കി പാകിസ്ഥാനെ ആക്രമിക്കുന്നവർ സൗദിയുടെയും ശത്രുക്കളായി മാറുമെന്നുള്ള തരത്തിൽ ഉള്ള ഒരു കരാർ ഒപ്പിട്ടത് ഇന്ത്യ വലിയ ഗൗരവത്തോടെയാണ് കണ്ടത്. അതിനു മുമ്പ് പക്ഷേ സൗദി അറേബ്യ പാകിസ്ഥാന് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം സൗദി അറേബ്യയിൽ നിന്ന് പണം വാങ്ങുകയും സൗദി അറേബ്യക്കെതിരെ സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് പാകിസ്ഥാനോട് ആ കടമുടനെ തിരിച്ചടയ്ക്കണമെന്നൊക്കെ സൗദി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്തായാലും ഇറാൻ അമേരിക്ക യുദ്ധം അതൊരു വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ പ്രയോഗിച്ചുവെന്നാണ് ദക്ഷിണ ഏഷ്യയെക്കുറിച്ച് പഠിക്കുന്ന ലോകപ്രശസ്തരായിട്ടുള്ള നിരീക്ഷകർ അല്ലെങ്കിൽ നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. മൈക്കിൾ ക്ലൂക്മാനെ പോലുള്ള ആൾക്കാർ പറയുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഒരു ലിവറേജ് ഈ അടുത്ത കാലത്തായി നേടിയിട്ടുണ്ട്. ആ ലിവറേജ് ചൈനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിൽ പോയി. അവരുടെ സൈന്യാധിപൻ അസിം മുനീർ ഇന്ത്യയുമായിട്ട് ട്രംപ് പിണങ്ങി നിൽക്കുന്ന സമയത്താണ് അവരുടെ പാകിസ്ഥാൻ സൈന്യാധിപൻ അസിം മുനീറും
അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ട്രംപിനെ കാണാൻ പോയത്. 2 തവണ അസീം മുനീർ പോയി. അസീം മുനീറിന് പ്രത്യേക വിരുന്നൊക്കെ കൊടുത്തു. അതിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അസീം മുനീറുമായിട്ട് നേരിട്ട് ഇരിക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്ന നരേന്ദ്രമോദി ആ യാത്ര ഒഴിവാക്കിയെന്നാണ് പിന്നെ റിപ്പോർട്ടുകൾ വന്നത്. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചെറിയ പടലപ്പിണക്കങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. എന്തുമാത്രമല്ല, ഇന്ത്യ ഉപയോഗിക്കാതിരുന്ന ഒരു അവസരം, പ്രത്യേകിച്ച് ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഇറാനുമായും ഇസ്രായേലുമായും നല്ല ബന്ധമുള്ള ഇന്ത്യക്ക് വേണമെങ്കിൽ ഇടപെടാമായിരുന്നു. പക്ഷെ അത് വളരെ സെൻസിറ്റീവാണ്. പിന്നെ മൂന്നാമതൊരു രാജ്യത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടില്ല എന്നുള്ളൊരു നയമുള്ളത് കൂടിയാണ് ഇന്ത്യ മാറി നിന്നത് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ പ്രത്യേകിച്ച് നയവുമൊന്നുമില്ല. കിട്ടുന്നിടത്ത് കേടി ചാറുക. കാരണം അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, വലിയ തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. സൈന്യവും തമ്മിൽ, രാഷ്ട്രീയ നേതൃത്വം തമ്മിൽ. ഇമ്രാൻഖാൻ, പാകിസ്ഥാൻ്റെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഇപ്പോൾ അറിയപ്പെടുന്ന നേതാവിനെ ജയിലിലടച്ചിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ശ്രദ്ധ. പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിൽ ഭീകരാക്രമണം നടക്കുന്നു. ബലൂചിസ്ഥാനിൽ നിന്നുള്ള പ്രവർത്തകരുടെ വലിയ ഏറ്റുമുട്ടൽ സൈന്യവുമായിട്ട്. താലിബാൻ പാകിസ്ഥാനിൽ വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളും സൈനിക പോസ്റ്റുകളും ആക്രമിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാൻ വല്ലാത്ത പ്രശ്നത്തിലാണ്. അതിന് നടുവിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടി ഇന്ത്യക്കെതിരെ തിരിയാൻ ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അവസരം, അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുടപിടിക്കും എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇപ്പോൾ ഒരല്പം ഒരു മാന്യതയൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിലൊക്കെ ഇടപെട്ട് തങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ ഇസ്ലാമാബാദ് രേഖയാണെന്നാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അവകാശപ്പെട്ടത്. ഏതാണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പാകിസ്ഥാനെ പിന്തുണച്ചു. പാകിസ്ഥാനിലേക്ക് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഇന്ന് സന്ദർശനം നടത്തുകയാണ്. ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ചൈനയെ ഒരു ഭാഗത്തും അമേരിക്കയെ മറുഭാഗത്തും കൂടെ പിടിച്ച് ഗൾഫ് രാജ്യങ്ങളെ കൂടെ കൂട്ടി ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്താനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് വേറെ രീതിയിൽ വലിയ ബന്ധങ്ങളുണ്ട്. ഇസ്രായേലുമായിട്ട് പാകിസ്ഥാന് ബന്ധമില്ല, ഇന്ത്യക്കുണ്ട്. റഷ്യയുമായിട്ട് ഇന്ത്യക്ക് എങ്ങനെ പോയാലും പാകിസ്ഥാനേക്കാൾ വലിയ ബന്ധമുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ചൈന വഴിക്ക് റഷ്യയെ സ്വാധീനിക്കാനാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ആ കസേര നഷ്ടപ്പെട്ടത് തന്നെ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്ന ദിവസം, റഷ്യ ആക്രമിക്കുന്ന ദിവസം റഷ്യയിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പോയതാണ് ഇമ്രാൻഖാൻ ഇന്ത്യക്കെതിരെ. പക്ഷെ അന്ന് പറ്റിപ്പോയത് അത് ബാക്ക് ഫയർ ചെയ്തു. കാരണം റഷ്യൻ പ്രസിഡന്റിനെ പുടിനെ കാണാൻ പോയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനോട് ദേഷ്യം വന്നു. 2022 ഫെബ്രുവരി 24 ദേഷ്യം വന്നത് അമേരിക്കയ്ക്കാണ്. അമേരിക്ക ഉടൻ തന്നെ അവിടെ അട്ടിമറി നടത്തുന്ന രീതിയിൽ പെരുമാറി. ഇമ്രാൻഖാനെതിരെ പാർലമെൻറ്റ് അംഗങ്ങളെ തിരിച്ചുവിട്ടു. അവിടെ അവിശ്വാസ പ്രമേയം വന്നു. ഇമ്രാൻഖാന് രാജിവെക്കേണ്ടി വന്നു. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ് അവിടെ പ്രധാനമന്ത്രിയായിട്ടെത്തി. എന്ന് മാത്രമല്ല, ഇമ്രാൻഖാൻ്റെ പ്രമുഖരായിട്ടുള്ള ISI ചീഫ് അടക്കമുള്ളവർ ഒക്കെ ഒരു സ്ഥലത്തേക്ക് കോർണർ ചെയ്യപ്പെട്ടു. ബാജ്വയെ പോലുള്ള ആൾക്കാർ റിട്ടയർ ചെയ്ത് പോയതിനു ശേഷം അസീം മുനീർ അതിശക്തനായിട്ട്, ISIയുടെ ചീഫായിരുന്നു അദ്ദേഹം, ശക്തമായി തിരിച്ചുവരവ് നടത്തിയത് പട്ടാള മേധാവിയായിട്ടാണ്. ഇത് പാകിസ്ഥാനിൽ ഏറ്റവും സ്വാധീനവും ഏറ്റവും കൂടുതൽ ശക്തിയുമുള്ള നേതാവ് അസീം മുനീറാണ്. എന്നാണ് ഇനി പ്രധാനമന്ത്രി അട്ടിമറിച്ച് അസീം മുനീർ അവിടെ പാക് പ്രധാനമന്ത്രിയാവുക എന്നറിയില്ല. ആ തരത്തിലാണ് അസീം മുനീർ ചൈനയിലും അമേരിക്കയിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലും നെഗോഷിയേഷൻ ടേബിളിൽ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് പോകുന്ന ഒരാൾ അസീം മുനീറാണ്, സൈന്യാധിപൻ. ഒപ്പം തന്നെ പാക് പ്രധാനമന്ത്രിയും അവിടുത്തെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ രീതിയിൽ സ്വാധീനം ചെലുത്തി ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തി നോക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ നേരത്തെ ഏറ്റവും വലിയ കൂട്ടാളിയായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് ഇന്ത്യ ബന്ധമുണ്ടാക്കിയത്. ഇന്ത്യക്ക് ഇപ്പോഴും പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ഒറ്റപ്പെടുത്താൻ എളുപ്പമല്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഈ നീക്കം എന്തിനാണ് എന്നൊരു ചോദ്യമുയരുന്നു. കാരണം ഇതുവരെ 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ പാകിസ്ഥാൻ അമ്പേ പരാജയപ്പെട്ടതാണ്. 13 ദിവസം കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യം
പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ബംഗ്ലാദേശിൽ 90,000-ലേറെ പാകിസ്ഥാൻ സൈനികരാണ് അവരുടെ ബെൽറ്റും തൊപ്പിയും ഊരിവെച്ച് ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങിയത്. ഇന്ത്യയുടെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ മുക്തിവാഹിനിയും ചേർന്നാണ് അവരെ കീഴടക്കിയത്. 8 മാസം ഇന്ത്യയുടെ കയ്യിലായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാമായിരുന്നു. അന്ന് വേണമെങ്കിൽ പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് തിരിച്ചു ചോദിക്കാമായിരുന്നു. അതൊക്കെ പരാജയപ്പെട്ടു എന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നതിൽ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അവിടുത്തെ അന്നത്തെ സൈനിക മേധാവിയായിരുന്ന ജനറൽ മനേക്ഷ, പിന്നീട് അദ്ദേഹം ഫീൽഡ് മാർഷലായി, വലിയ പങ്കാണ് വഹിച്ചത്. പിന്നീട് പ്രധാനമന്ത്രി വാജ്പേയിയുടെ കാലത്താണ് കാർഗിലിൽ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ മഞ്ഞുകാലത്ത് പാക് സൈന്യം ഒരു ഭീകരാക്രമണം നടത്തുന്നപ്പോഴേ നുഴഞ്ഞു കയറിയത്. അതിനെതിരെയുള്ള പോരാട്ടത്തിൽ മലയുടെ മുകളിലേക്ക് ഇന്ത്യൻ സൈനികർക്ക് കയറേണ്ടി വന്നു. നിരവധി 800-ലേറെ ഇന്ത്യൻ സൈനികർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. പക്ഷേ അന്ന് ഫ്രാൻസിൻ്റെ മിറാഷ് 2000 അടക്കമുള്ള യുദ്ധവിമാനങ്ങളും ഇസ്രായേലിൽ നിന്നുള്ള കാർപ്പറ്റ് ബോംബിംഗ് സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ്. അന്ന് അമേരിക്ക ഇന്ത്യയുടെ കൂടെ ഇല്ലായിരുന്നു. പലപ്പോഴും നേരത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു അമേരിക്ക എന്നുള്ളത് കരുതണം. അന്നും ചൈനയും അമേരിക്കയും അപ്പുറത്തായിരുന്നു. എന്നിട്ടാണ് 13 ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ 1971 ഡിസംബർ 3 മുതൽ ഡിസംബർ 16 വരെയുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോഴും വലിയ കരുത്തുണ്ടെന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭീഷണിയൊന്നും വിലപ്പോവാൻ പോകുന്നില്ല. പക്ഷെ സംഘർഷം സൃഷ്ടിക്കാനും തലവേദന ഉണ്ടാക്കാനും അവർക്ക് കഴിയും. ചൈനയും പലപ്പോഴും തക്കം നോക്കി പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തേതാണ് പാകിസ്ഥാന് ചൈന നൽകിയിരിക്കുന്നത് അന്തർവാഹിനികളാണ്. 8 അന്തർവാഹിനി ചൈനീസ് നിർമ്മിതമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഗംഗൂർ വിഭാഗത്തിൽപ്പെട്ട ഒരു പാക് അന്തർവാഹിനിയാണ് 1971-ലെ 13 ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇന്ത്യ ഐതിഹാസിക വിജയം നേടിയെങ്കിലും ഇന്ത്യയുടെ സുപ്രധാനമായ INS കുക്രി എന്ന പടക്കപ്പൽ അതിനെ മുക്കി പാകിസ്ഥാൻ്റെ അന്തർവാഹിനി. അത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വിജയത്തിനിടയിലും സങ്കടപ്പെടുത്തിയ ഒരു സംഭവമാണ്. INS കുക്രി ഒരു മുക്കുകയും നമ്മുടെ സൈനികർ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. പക്ഷേ അതിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹം അതിൻ്റെ ഡെക്കിൽ തന്നെ കപ്പലിനോടൊപ്പം അദ്ദേഹം രക്ഷപ്പെടാൻ കൂട്ടാക്കിയില്ല, മുങ്ങുകയായിരുന്നു. ആ വിഭാഗത്തിൽപ്പെട്ട ഹങ്കോറാണ് അപ്ഗ്രേഡ് ചെയ്ത് ചൈന നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശ് ഉൾക്കടലിൽ നൂറ്റാണ്ടായിട്ട് ഇതുവരെ വരാത്ത പാകിസ്ഥാൻ എന്തിന് ബംഗാൾ ഉൾക്കടലിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും 71-ന് ശേഷം പുതിയ സർക്കാർ വരികയും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവായിരുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ മകൾ, ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ അവരെ പുറത്താക്കി അവർ ജീവനം കൊണ്ട് ഓടി അഭയം തേടിയത് ഇന്ത്യയിലാണ്. ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്ന് അവിടെ സിയാവുർ റഹ്മാൻ്റെ മകൻ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിൽ വന്നെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശരിയായ ദിശയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അതുപയോഗിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നയത്തിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താനോ അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്താനോ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് വരുന്നത്. 71-ൽ യുദ്ധമുണ്ടായപ്പോഴും 99 കാർഗിൽ യുദ്ധമുണ്ടായപ്പോഴൊക്കെ ഈ തരത്തിലുള്ള ഭീഷണികൾ പാകിസ്ഥാൻ മുഴക്കിയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന 90-കളിലെ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് അന്ന് ഭീഷണിപ്പെടുത്തിയതാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയതും ഗുരുവായൂരപ്പനെ ദർശിക്കാനായി പോയതൊക്കെ ഓർമ്മയുണ്ട്. അത് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു അഭിമുഖം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവുമായിട്ട് എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ അന്ന് വയലാർ രവി ആയിരുന്നു KPC പ്രസിഡന്റ്. അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ കയറി ചെന്നപ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുകയും പ്രധാനമന്ത്രി ഇറങ്ങി വരികയൊക്കെ ചെയ്തത്. അന്ന് ആ വാർത്ത പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്നുള്ള വാർത്ത വന്നതിന് ശേഷം പ്രധാനമന്ത്രി വിമാനത്തിലായിരുന്നു, പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യ പ്രതികരണം ലഭിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവിനോട് ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു, പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ റാവു ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ത്യയെ തൊടാൻ വന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യം കാണത്തില്ല, അതിനെ ഭസ്മമാക്കി കളയും
എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു എന്ന് പറഞ്ഞത്. ഇന്ത്യക്ക് ഇപ്പോഴും ആ മൈറ്റുണ്ട്. ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ കഴിയുന്ന തരത്തിലല്ല പാകിസ്ഥാൻ. പിന്നെ പാകിസ്ഥാൻ്റെ ഒരു ശക്തിയായിട്ട് പറയുന്നത് ഇന്ത്യ ആണവ ശക്തിയാണ്. പാകിസ്ഥാൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആണവ രഹസ്യം ഉപയോഗിച്ച് അവരും 170 ആണവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണവ ശേഖരമുണ്ട്. അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കേന്ദ്രത്തിലേക്കാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് ഇന്ത്യ അടിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. അത് വന്നതിനെ തുടർന്നാണ് പേടിച്ചു വിറച്ച പാകിസ്ഥാൻ ഒരു സെറ്റിൽമെൻറ്റിന് തയ്യാറായത് എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്തായാലും 48-ൽ 65-ൽ 71-ൽ 99-ൽ 2025-ലൊക്കെ ഏറ്റുമുട്ടിയ പാകിസ്ഥാൻ ഇനി ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വന്നാലും പാകിസ്ഥാന് ദയനീയ പരാജയമായിരിക്കും. പക്ഷേ ലോകമെമ്പാടും ആൾക്കാർ പേടിക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ആരെങ്കിലും ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ ഭീഷണിയുടെ വഴിക്ക് പോകട്ടെ. ഇന്ത്യ എന്തായാലും സ്ട്രോങ് ആയിട്ട് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഐക്യരാഷ്ട്രസഭയിലൊക്കെ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണം കയറ്റുമതി ചെയ്യുന്നതിൻ്റെ തന്ത്രങ്ങൾ മുഴുവൻ ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്താമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് പാകിസ്ഥാനിൽ വ്യാപകമായി ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് നല്ലത് ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ പോകാതിരിക്കുന്നതാണ്. ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പാകിസ്ഥാൻ്റെ പക്ഷം പിടിച്ച് ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ പറ്റില്ല. പണ്ടതുണ്ടായിരിക്കാം, പക്ഷേ ഇന്ത്യയുടെ ഇന്നത്തെ ശക്തി അതല്ല. അന്ന് 71-ൽ ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ വലിയ രീതിയിൽ മറ്റേ 7ാം കപ്പൽ പടയെ ഇന്ത്യക്ക് നേരെ അയച്ചതാണ്. എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് നാവി കൂടിയിരുന്നു. ഇന്ത്യയുടെ 10 നഗരങ്ങൾ ആക്രമിക്കാനായിരുന്നു തീരുമാനം. ഡൽഹിയും കൽക്കട്ടയും മുംബൈയും ചെന്നൈയും ഒക്കെ അടക്കമുള്ള 10 നഗരങ്ങൾ ആക്രമിക്കാൻ തയ്യാറായാണ് വന്നത്. പക്ഷേ സോവിയറ്റ് യൂണിയനുമായി അന്ന് ഇന്ത്യക്ക് കരാറുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ അന്നത്തെ ഭരണാധികാരി ലിയോണിദ് ബ്രഷ്നേവുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1971-ൽ സംസാരിക്കുകയും ഇതേ തുടർന്ന് സോവിയറ്റ് യൂണിയൻ്റെ കപ്പൽപ്പട ഇന്ത്യൻ കപ്പൽപ്പടയോടുകൂടെ ചെറുത്തുനിൽപ്പ് ഉണ്ടാക്കുകയും 7ാം കപ്പൽപ്പടയ്ക്ക് നാണം കെട്ട് തിരിച്ചു പോകേണ്ടിയും വന്നു. ഇതേ തുടർന്നാണ് ഇന്ത്യ 13 ദിവസം കൊണ്ട് പാകിസ്ഥാനെ തോൽപ്പിച്ച് അടിയറവ് പറയിച്ച് അവരുടെ 90,000-ലേറെ സൈന്യത്തെ കീഴ്പ്പെടുത്തിയത്. അപ്പം അതൊക്കെ കഥയൊക്കെ ഓർക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ വരുന്നത് അത്ര സുഖകരമല്ല. പക്ഷേ അതൊരു ആണവ യുദ്ധത്തിലേക്കൊക്കെ പോയാൽ ലോകത്തിന് മുഴുവൻ അതൊരു ഭീഷണിയാണ് താനും.